രാഹുൽ രാജിവെച്ചു. ഇനി ആര്? അസ്വാരസ്യങ്ങളില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന കരുത്തുറ്റ നേതൃത്വം വേണമെന്നാണ് പൊതുവികാരം. കഴിഞ്ഞ സംഘടനാ തിരഞ്ഞെടുപ്പിൽ രാഹുലിനോട് പരാജയപ്പെട്ടുവെങ്കിലും ഏറ്റവും അധികം വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റായ അബിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമാണ്. അബിന് സ്വാഭാവിക നിധി നിഷേധിക്കപ്പെടരുത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. രാഹുലിനോളം പോലെ തന്നെ പൊതുസ്വീകാര്യതയുള്ള നേതാവാണ് അബിൻ വർക്കി എന്ന കാര്യവും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. സാമുദായിക സമവാക്യം എന്ന മാനദണ്ഡം മുന്നോട്ട് വെച്ച് അബിനെ ഒഴിവാക്കിയാൽ അതൃപ്തികൾ പരസ്യമായേക്കും. കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും അധ്യക്ഷ സ്ഥാനത്ത് നിലവിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ബിനു ചുള്ളിയിൽ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിൽ ഒന്നായിരുന്നു ബിനുവിൻ്റേത്. ദേശീയ പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിയായാണ് നിലവിലെ നിയമനം. KC വേണുഗോപാലുമായുള്ള അടുപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ സഹായകരമാകുമെന്നാണ് ബിനു ക്യാമ്പിന്റെ ആത്മവിശ്വാസം. KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്താണ് പരിഗണനാ പട്ടികയിൽ മുൻപന്തിയിലുള്ള മറ്റൊരാൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് A ഗ്രൂപ്പ് പരിഗണിച്ചിരുന്ന പേരാണ് അഭിജിത്തിൻ്റേത്. ഏറ്റവും ഒടുവിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പുനഃസംഘടനയിൽ അഭിജിത്തിനെ ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. MK രാഘവന്റെ നേതൃത്വത്തിൽ MP മാരുടെ സംഘം ഹൈക്കമാൻഡിനെ കണ്ട് നേരിട്ട് പരാതിയും അറിയിച്ചു. ഇതെല്ലാം അഭിജിത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വരവിന് കരുത്തു പകരുമെന്നാണ് A ഗ്രൂപ്പിന്റെ ആത്മവിശ്വാസം. യൂത്ത് കോൺഗ്രസ് അതിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ തർക്കം രൂക്ഷമാണ്. അബിനെ പിന്തുണയ്ക്കുന്നവരും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും തമ്മിൽ പരസ്യപ്പോര് നടക്കുന്നു. അബിനെ കട്ടപ്പയായി ചിത്രീകരിച്ച് ആദ്യം ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു, പിന്നാലെ വാക്പോര്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്നേഹ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ശബ്ദ സന്ദേശമിട്ടു. അത് പുറത്തുപോയി മാധ്യമങ്ങളിൽ വാർത്തയായി. സ്നേഹ അത് പറഞ്ഞതിന് പിന്നിൽ അബിന്റെ സമ്മർദ്ദമാണെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ തൻ്റെ നിലപാടാണ് തുറന്നു പറഞ്ഞത് എന്ന് സ്നേഹ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അബിൻ വർക്കിയെ ലക്ഷ്യമിട്ടുള്ള നീക്കം പുനഃസംഘടന ലക്ഷ്യം വെച്ചാണെന്ന കാര്യത്തിൽ തർക്കമേയില്ല. രാഹുലിനൊപ്പം നിൽക്കാത്ത ഒരാൾ സംസ്ഥാന അധ്യക്ഷനായി വരേണ്ടതില്ല എന്നാണ് ചാറ്റുകളിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സംഘടനാ അധ്യക്ഷനെ പ്രഖ്യാപിക്കും വരെ ഈ തർക്കം തുടരുമെന്ന് ഉറപ്പാണ്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.